ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനോടകം തന്നെ എല്ലാ ലേണേഴ്സും അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഡിഗ്രി ആയാലും PG ആയാലും ഒക്കെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ലേണേഴ്സും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ ഇഗ്നോ ജൂലൈ 2026 അഡ്മിഷൻ സൈക്കിൾ ലൈവ് ആയിട്ടുണ്ട്. സോ ഈ ഒരു അഡ്മിഷൻ സൈക്കിളിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ച് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുക. സോ ഇഗ്നോയിൽ നിന്ന് ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ലേണർ ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രി PG ഒക്കെ തന്നെ കരസ്ഥമാക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ മൊത്തമായി തന്നെ കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും താനും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലേൺവൈസിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺവൈസിനെ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 40-ലേറെ വരുന്ന കോഴ്സുകൾക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺവൈസ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട്. ലേൺവൈസിലെ ഫീച്ചേഴ്സ് കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ലേൺവൈസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നിലവിൽ ലേൺവൈസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെ ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അവിടെ ആയിരക്കണക്കിന് വീഡിയോസിൽ കാണാൻ സാധിക്കും. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയാൻ, ഇഗ്നോയുടെ കൂടുതൽ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിനായിട്ടും ലേൺവൈസിന്റെ ബാക്കി ഫീച്ചേഴ്സും അതുപോലെ തന്നെ അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിനായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് വാട്സ്ആപ്പ് വഴി, കോൾ വഴിയോ മെസ്സേജ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ ഒരു ജൂലൈ 2026 അഡ്മിഷൻ സൈക്കിളിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കോഴ്സിനെ പറ്റി നമ്മൾക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളതാണ്. നമ്മൾക്ക് നല്ലപോലെ അറിയുന്ന ഒരു കോഴ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. അതേ സ്ഥാനത്ത് നമ്മൾക്ക് പേര് കൊണ്ട് താല്പര്യം തോന്നുന്ന ചില കോഴ്സുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോഴ്സൊക്കെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷെ ഒന്നും അറിയുന്നുണ്ടാവില്ല ആ ഒരു സബ്ജക്റ്റിനെ പറ്റി, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഓരോ വർഷവും എത്ര പേപ്പർ നമുക്ക് പഠിക്കാനുണ്ടാവും, എത്ര എക്സാംസ് നമ്മൾ എഴുതേണ്ടതുണ്ട്, എത്ര അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇതിനെപ്പറ്റിയൊന്നും തന്നെ ഒരു പക്ഷേ വലിയ ധാരണയില്ലാതെ കോഴ്സ് എടുക്കുന്ന ചെറിയൊരു ശതമാനം ലേണേഴ്സ് എങ്കിലും ഉണ്ട്. അത് പരമാവധി ഒഴിവാക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോഴ്സ് എടുക്കാൻ, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്താൽ മതിയാവും. സോ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ട് പക്ഷെ നിങ്ങൾ അത് മുമ്പ് പഠിച്ചിട്ടില്ലാത്തൊരു സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഓരോ സെമസ്റ്ററിൽ അല്ലെങ്കിൽ ഓരോ ഇയറിലും എത്ര പേപ്പർ പഠിക്കാനുണ്ട്, ഈ പഠിക്കാനുള്ള പേപ്പറിൽ എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ പരീക്ഷ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്കൊരു ധാരണ വന്ന ശേഷം അഡ്മിഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ ധാരണ ഇല്ലാതെ നിങ്ങളൊരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അത് മറ്റേതെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറിനേക്കാളും കുറെ കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടും കുറെ കൂടെ ചലഞ്ചിങ് ആയിട്ടും തോന്നിയേക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്കുള്ള അറിവ് എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അറിയാത്ത സബ്ജക്റ്റ് ആണെങ്കിലും ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് അറിയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇഗ്നോന്റെ വെബ്സൈറ്റിലായിട്ട് ഇഗ്നോ കൊടുത്തിട്ടുണ്ട് അതാത് സബ്ജക്റ്റുകളെ പറ്റി. സോ ആ ഒരു കാര്യം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരും തന്നെ ഇതിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറെ പേര് സെൽഫായിട്ട് ചെയ്യുന്നുണ്ടാവും. വലിയൊരു ശതമാനം ആൾക്കാർ ലേൺവൈസിന്റെ അസിസ്റ്റൻസോട് കൂടി അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നവരാണ്. ഇനി അതിലും ചെറിയൊരു ശതമാനം ആൾക്കാരെങ്കിലും വ്യത്യസ്ത കമ്പ്യൂട്ടർ സെന്റേഴ്സിനെ ആശ്രയിച്ചുകൊണ്ട്, അക്ഷയ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് കഫേയൊക്കെ തന്നെ ആശ്രയിച്ചുകൊണ്ട് അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. അവിടുന്ന് അഡ്മിഷൻസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളോട് കൃത്യമായിട്ട് മെയിൽ ഐഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ മെയിൽ ഐഡി ഫോൺ നമ്പറും ചോദിക്കുന്ന സമയത്ത് ഫോൺ നമ്പർ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാവും. അവിടെ സ്വന്തം ഫോൺ നമ്പർ ആണ് കൊടുക്കുന്നത് എന്നുള്ള ഉറപ്പാക്കിയാൽ മതിയാവും. മെയിൽ ഐഡിയുടെ കേസിൽ ചിലർ പുതിയൊരു മെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ആ മെയിൽ ഐഡിയുടെ പാസ്വേഡോ അല്ലെങ്കിൽ മെയിൽ ഐഡിയോ തന്നെ മറന്നു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ പുതിയൊരു മെയിൽ ഐ ഡിയിലാണ് ചെയ്യുന്നതെങ്കിൽ ആ മെയിൽ ഐ ഡി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇനി അതല്ല സ്വന്തമായിട്ടൊരു മെയിൽ ഐ ഡി ഉള്ളവരാണെങ്കിൽ എന്തായാലും ആ ഒരു മെയിൽ ഐ ഡി തന്നെ ഇഗ്നോയിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്വന്തം മെയിൽ ഐ ഡി തന്നെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് നമ്മൾക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ഐ ഡി അഥവാ ABC ID, ഓൾസോ കോൾഡ് APAR ID, APAAR ID. ഈ ABC ID ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ആപ്ലിക്കേഷൻ ഒരു പോയിന്റ് കഴിഞ്ഞാൽ മുന്നോട്ട് പോവുള്ളൂ. അത് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ 5 മിനിറ്റിൽ താഴെ സമയമേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെ ABC ID, APAR ID എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നവരൊക്കെ തന്നെ ഉണ്ടാവാം. 5 മിനിറ്റിൽ എങ്ങനെ ABC ID ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള
വീഡിയോ നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. സോ അപാർ ഐ ഡി അല്ലെങ്കിൽ ABC ID എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. ആ വീഡിയോ കാണുക. അതിൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമ്മൾക്ക് ABC ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. സോ ABC ID അല്ലെങ്കിൽ അപാർ ID ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രം ആപ്ലിക്കേഷന്റെ ബാക്കി പ്രൊസീജിയേഴ്സുമായിട്ട് മുന്നോട്ട് പോവുക. 4th പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ റീജിയണൽ സെന്ററിന്റെയും അതുപോലെ തന്നെ സ്റ്റഡി സെന്ററിന്റെയും സെലക്ഷൻ ആണ്. സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടെ പോവേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ടും മറ്റ് പ്രാക്ടിക്കൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനായിട്ടും ഒക്കെ തന്നെ നമ്മൾ പോവേണ്ടുന്ന ഒരിടമാണ് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടും നമ്മൾക്ക് പോയി വരാൻ പറ്റുന്ന ഇടത്തുള്ള നമ്മളുടെ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾക്ക് പ്രോക്സിമിറ്റിയിൽ ഏറ്റവും അടുത്തുള്ള നമുക്ക് ഏറ്റവും ദൂരം കുറവുള്ള ഒരു സെന്റർ തന്നെ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ ആകുമ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനാണെങ്കിലും ഇനി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനാണെങ്കിലും ഇൻഡക്ഷൻ അറ്റൻഡ് ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് എളുപ്പത്തിൽ പോയി വരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റീജിയണൽ സെന്റർ എന്നുള്ള ഇടത്തേക്ക് നമ്മൾ പോവേണ്ടതായിട്ട് വരുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് അടുത്തുള്ള ഒരു റീജിയണൽ സെന്റർ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള അപ്പൊ ചില റീജിയണൽ സെന്റേഴ്സിൽ ചില സ്പെസിഫിക് കോഴ്സുകൾ അവൈലബിൾ ആയിട്ട് കണ്ടേക്കാം. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാത്രം ദൂരെയുള്ള റീജിയണൽ സെന്റേഴ്സ് എടുക്കുകയും അല്ലാത്ത സാഹചര്യങ്ങളിൽ പരമാവധി ഇപ്പൊ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊച്ചിൻ റീജിയണൽ സെന്റർ അസൈൻമെന്റ്സ് ഓൺലൈൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പം ബാക്കി 2 റീജിയണൽ സെന്റേഴ്സും തിരുവനന്തപുരം ആയാലും വടകര ആയാലും പൊതുവെ ആ ഒരു സൗകര്യം ചെയ്യുന്നില്ല നിലവിൽ. ഇനിയിപ്പം വരുന്ന സൈക്കിളിൽ ഒരു പക്ഷെ വന്നേക്കാം. എന്നിരുന്നാലും ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് പലരും കൊച്ചിൻ റീജിയണൽ സെന്റർ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ സൗകര്യം അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം പോകണമെന്നുണ്ടെങ്കിൽ പോകുന്നതിനായിട്ട് അടുത്തുള്ളൊരു റീജിയണൽ സെന്ററിനെ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഈ 2 കാര്യങ്ങൾ അവൈലബിലിറ്റി ഓഫ് കോഴ്സും അതുപോലെ തന്നെ ദൂരവുമാണ് റീജിയണൽ സെന്റർ സെലക്ട് ചെയ്യുമ്പോഴും പ്രധാനമായും പരിഗണിക്കേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കോൺവൊക്കേഷൻ, നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യേണ്ടത് റീജിയണൽ സെന്ററിൽ പോയിട്ടാണ്. അപ്പൊ ഒരുപാട് ദൂരെയുള്ള റീജിയണൽ സെന്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ദൂരെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നേക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോഴും അടുത്തുള്ള ഒരു റീജിയണൽ സെന്റർ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് പറയാനുള്ളത് പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. നമ്മൾക്കറിയാം ഇഗ്നോ അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു കോഴ്സിന് ആ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു സെമസ്റ്ററിലേക്കുള്ള ഫീസും രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അന്നേരം തന്നെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ലക്ഷക്കണക്കിന് ലേണേഴ്സ് ഇപ്പം പഠിക്കുന്ന ലേണേഴ്സിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 40 ലക്ഷത്തിലേറെ ലേണേഴ്സ് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർവകലാശാലയാണ് ഇഗ്നോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കാരണത്താൽ ഒരു ഡിലേയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആവാനോ ഉള്ളൊരു ചെറിയ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇഗ്നോയും ഇത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇഗ്നോന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യത്തിൽ നമ്മൾക്കുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേയ്മെന്റ് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പേയ്മെന്റ് ചെയ്യാതിരിക്കുക. പേയ്മെന്റ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇപ്പൊ ഉച്ചയ്ക്ക് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പേയ്മെന്റ് എന്നുള്ളത് വൈകിട്ടോ രാത്രിയോ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതിയാവും. സോ അൺടിൽ ആൻഡ് ലാസ്റ്റ് ഡേ അല്ലാത്തടത്തോളം നമ്മൾക്ക് 1 ദിവസമോ 2 ദിവസമോ വെയിറ്റ് ചെയ്താൽ പോലും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇന്നൊരു പേയ്മെന്റ് ഡിലേ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ട്രാഫിക് കാരണം മേ ബി അതും ഡിലേ ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അടുത്ത പേയ്മെന്റ് ചെയ്യേണ്ടതില്ല. ഇനിയിപ്പോ 2 വട്ടം പേയ്മെന്റ് പോയി എന്നിരിക്കട്ടെ, ഇഗ്നോ ആകെ ഒരു പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള പേയ്മെന്റ് വിത്തിൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു 5 വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെയുള്ള സമയത്തിനുള്ളിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് കയറുന്നതായിരിക്കും. അതാണ് ഫീ പേയ്മെന്റ് പാർട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അത്യാവശ്യം ഇപ്പൊ MBA പോലുള്ള കോഴ്സുകൾക്കാണെങ്കിൽ കുറച്ച് ഫീസ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. അപ്പൊ മൾട്ടിപ്പിൾ ടൈംസ് ഒക്കെ പേയ്മെന്റ് പോകുക എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നത് വളരെ റെയർ ആണ്. എന്നിരുന്നാലും ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരുന്നാൽ കുറെ കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾ അങ്ങനെ ഫീ പേയ്മെന്റ് ചെയ്തു, നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, 2 കാര്യങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങൾ ഫീ പേ ചെയ്തതിന്റെ റെസീറ്റ് നിങ്ങൾക്ക് കിട്ടും, അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. രണ്ടാമത്തത്, നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എടുത്തിരിക്കുന്ന പേപ്പറും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. സോ അപ്ലിക്കേഷൻ ഫോമിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഫീ റെസീറ്റും കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പേയ്മെന്റ് റിലേറ്റഡ് മാറ്ററിലോ അല്ലെങ്കിൽ കോഴ്സ് റിലേറ്റഡ് മാറ്ററിലോ വരികയാണെങ്കിൽ ഈ ഒരു പ്രൂഫ് നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള അതേ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരാനൊക്കെ തന്നെ ഈ ഒരു പ്രൂഫ് ധാരാളമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ളതാണോ? ഒരിക്കലും അല്ല. ഇഗ്നോയിൽ അഡ്മിഷൻ ഉറപ്പാക്കി എന്ന് പറയുന്നത് ഇഗ്നോ കൺഫർമേഷൻ മെയിൽ ആണ്. നമ്മളുടെ അഡ്മിഷൻ കൺഫേം ചെയ്തുകൊണ്ടുള്ള ഒരു മെയിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഒരു 2 വീക്സിനുള്ളിലൊക്കെ ആയിട്ട് നമ്മൾക്ക് ലഭിക്കാറുണ്ട്. മേ ബി ചില കോഴ്സുകളിലൊക്കെ 1 മാസം വരെയൊക്കെ നീണ്ടേക്കാം. പക്ഷെ പൊതുവെ എങ്ങനെ പോയാലും 2 ആഴ്ചയ്ക്കുള്ളിലായിട്ട് നമ്മളുടെ കോഴ്സിന്റെ അഡ്മിഷൻ കൺഫേം ആക്കിക്കൊണ്ടുള്ള ഒരു അഡ്മിഷൻ കൺഫർമേഷൻ മെയിൽ നമ്മളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID-യിലേക്കാണ് വരിക. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ അഡ്മിഷൻ കൺഫേം ആവുന്നുള്ളൂ. ഇനി നമ്മളുടെ 10th പേരും മേ ബി നമ്മൾ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിലെ പേരും തമ്മിൽ ചെറിയ എന്തെങ്കിലും ഒരു
ഡിഫറൻസ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഡിസ്ക്രിപ്പൻസി എന്നുള്ള പേരിൽ ഫ്ലാഗ് ചെയ്യപ്പെടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൺഫർമേഷൻ മെയിൽ ലഭിക്കില്ല. അതിന് പകരം ഡിസ്ക്രിപ്പൻസി കണ്ടെത്തിയിട്ടുണ്ട്, ഇത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും നമ്മളുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ഡിസ്ക്രിപ്പൻസി വന്നിട്ടുണ്ടെങ്കിൽ ആ പേര് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്ക്രിപ്പൻസി മാറുകയും നമ്മളുടെ കൺഫർമേഷൻ മെയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസീവ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഡിസ്ക്രിപ്പൻസി വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വളരെ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ മെയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ ഇഗ്നോ അഡ്മിഷൻ അവിടെ കൺഫേം ആവുന്നുള്ളൂ. അല്ലാത്ത പക്ഷം രജിസ്റ്റർ ചെയ്തുകൊണ്ടോ ഫീ പേ ചെയ്തതുകൊണ്ടോ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നുള്ളൊരു കാര്യമല്ല, അഡ്മിഷൻ ശരിയായി എന്നുള്ളൊരു ധാരണ ഉണ്ടാവാൻ പാടില്ല. കൺഫർമേഷൻ മെയിൽ എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടും കോഴ്സ് എടുത്തു അല്ലെങ്കിൽ കോഴ്സ് കൺഫേം ആയി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുക ഈ ഒരു കൺഫർമേഷൻ മെയിലിലൂടെ മാത്രമാണ്. സോ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ കോഴ്സ് വേണ്ട കോഴ്സ് സെലക്ട് ചെയ്യുന്നു, നമ്മുടെ കറക്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു, ഫോൺ നമ്പർ കൊടുക്കുന്നു, അപാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് ഫീ പേ ചെയ്യുന്നു, നമ്മുടെ റെസീപ്റ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു, അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു, ഫീ ഒന്നും ഡബിൾ ആയിട്ട് പേ ചെയ്യുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ കൺഫർമേഷൻ മെയിൽ നമുക്ക് റിസീവ് ആയ ശേഷം നമ്മൾക്ക് നമ്മുടെ ഐ ഡി കാർഡ് അവൈലബിൾ ആവും. സ്റ്റുഡന്റ് പോർട്ടലിലാണ് കയറി നോക്കേണ്ടത്. സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി കാർഡ് അവിടെ വന്ന് കിടപ്പുണ്ടാവും. സോ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ അത് ലാമിനേറ്റ് ചെയ്ത് വെക്കുക. ഡിഗ്രി ലേണർ ആണ് നിങ്ങളെങ്കിൽ അടുത്ത 3 വർഷവും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കൈ കരുതേണ്ടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇഗ്നോ ഐ ഡി കാർഡ് എന്നുള്ളത്. പി ജിക്കാരാണെങ്കിൽ 2 വർഷത്തോളം നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ സെമസ്റ്റർ വൈസ് ഒക്കെ തന്നെ എക്സാം എഴുതുന്നവരാണെങ്കിൽ 5ഉം 6ഉം ഒക്കെ തന്നെ സൈക്കിളിലായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എക്സാമുകളിലേക്ക് ക്യാരി ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ ഇഗ്നോ ഐ ഡി കാർഡ്. സോ അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരു ലേണറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. മറ്റു സംശയങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും ഇഗ്നോയിലെ വ്യത്യസ്ത കോഴ്സുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടുക. വാട്സാപ്പ് വഴി നിങ്ങൾക്ക് കോൾ ത്രൂ അല്ലെങ്കിൽ മെസ്സേജ് ത്രൂ എല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ നിർത്തി വെച്ചിരിക്കുന്ന ആ ഒരു പഠനം കണ്ടിന്യൂ ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എത്രയും ക്വിക്കായിട്ട് തന്നെ എടുക്കുക. അതിനുവേണ്ട എല്ലാവിധ അസിസ്റ്റൻസും സപ്പോർട്ടുമായിട്ട് ലേൺവൈസ് കൂടെ തന്നെയുണ്ട്. സോ ഒട്ടും സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടുക. മറ്റ് ഇഗ്നോ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലേൺവൈസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.